മനസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞനുസരിക്കാത്തത്. നമ്മുടെ മനസ്സ് അനുസരിക്കില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അത് കേൾക്കത്തുമില്ല. അപ്പൊ നമ്മൾ മനസ്സ് പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് അനുസരിക്കേണ്ടത്? നമ്മുടെ മനസ്സ് നമ്മൾ പറയണത് അനുസരിക്കുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എല്ലാവരും പറയും ഓൾവേസ് ഐ വിൽ കൺട്രോൾ മൈ തോട്ട്സ്. ഞാൻ എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ പരിഹരിക്കും, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിനെ ഒരിക്കലും നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ മനസ്സ് സന്തോഷമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അതിനൊരു പരിശ്രമം ചെയ്യണ്ടേ. എൻ്റെ ജീവിതം നന്നാകണം. അപ്പൊ നമുക്ക് നല്ല താല്പര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിന് പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഇല്ല. എല്ലാവരും പറയും, ഓ എനിക്കെല്ലാം അറിയാം, പക്ഷെ സമയമില്ല, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ നേരമില്ല, ഇല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ എല്ലാവരും കുറ്റം പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് വിഷമം ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തതും, നമുക്ക് വിഷമം വരുന്നത് കൊണ്ട് എല്ലാത്തിനെയും ചെയ്യാൻ മറന്നു പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മൺപാത്രത്തിനെ വേണമെങ്കിൽ സമമാക്കാം. മൺപാത്രം താഴെ ഇട്ടാൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പൊ മൺപാത്രം താഴെ ഇടുമ്പോൾ പൊട്ടുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിന് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വേദന കൊടുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. നമ്മൾ കേട്ടിട്ടില്ലേ, ഹാർട്ട് അറ്റാക്ക് വന്നു, നെഞ്ചത്ത് വേദന വന്നു. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ സമ്മർദ്ദം നമ്മൾ ചെലുത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പോ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷമായിട്ട് വെക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ സന്തോഷമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ? ഞാന് സന്തോഷമായിട്ടിരിക്കണം. ഞാൻ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എന്നെ ചുറ്റുമുള്ളവരെ എന്നെ സന്തോഷിപ്പിക്കണം. എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, എല്ലാവരും എപ്പോഴും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുവോ? ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുമായിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ മാറി വരാം? അതിനു വേണ്ടി ചില കാര്യങ്ങളുണ്ട്. എന്താ കാര്യം? ചിലർ പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം ഒന്നും കിട്ടിയിട്ടില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നാണ് ഞാൻ ശരിയാവുക, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ എന്നാണ് എന്നെ മനസ്സിലാക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ജീവിതം എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്യാൻ, അതിനെ ആനന്ദിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ച സാധിക്കും. നമ്മുടെ മനസ്സ് ആവശ്യപ്പെടുന്ന എല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല. ചില വിഷയങ്ങളെ നമുക്ക് ആഴത്തിൽ ചെന്ന് നോക്കാനുണ്ട്, അതിനൊക്കെ പരിശ്രമിക്കണം. പക്ഷെ അതിനെല്ലാവരും ഒന്നു ചേർന്ന് വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സെന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷമാകാം. നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒന്നാമത്തത് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തത്, മാറ്റിയെടുക്കുന്നതിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വിഷയം. നാലാമത്തെ വിഷയം, അതിനെ പരിചയപ്പെട്ട് ആ പ്രശ്നത്തിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നാലാമത്തത്. അവസാനത്തെ ഒന്നുണ്ട്, അതാണ് സന്തോഷം. നമ്മുടെ പ്രയാസങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റാം, സന്തോഷം എങ്ങനെ വരും? ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ നിന്നൊരു 11 കാര്യങ്ങൾ വീണ്ടും ജനിക്കും. അയ്യോ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എപ്പോഴാണ് ഞാൻ അവരെ മനസ്സിലാക്കുക? ഇന്ന് നമ്മുടെ മനസ്സ് നമ്മളെ വിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്.
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ച് വലുതാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. എൻ്റെ മനസ്സിലെ പരിമിതികൾ എന്ന് പറഞ്ഞ് നമ്മളൊരു ചാപ്റ്റർ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ സന്തോഷമായാൽ നിങ്ങളുടെ കുടുംബം സന്തോഷമാവും. നിങ്ങളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറും. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പെടുന്നതും. ആ ജീവിതത്തിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? സമാധാനം. എല്ലാവരും പറയും ഐ വാണ്ട് സമാധാനം, എനിക്കൊരു സമാധാനം വേണം. എനിക്ക് സമാധാനമില്ല. എന്നാ ഈ സമാധാനം കിട്ടുക? എപ്പോഴാ ഈ സമാധാനം എനിക്ക് കിട്ടുക എന്നുള്ളതുണ്ട്. അതുകൊണ്ട് സമാധാനം എവിടെയില്ല, നമ്മൾ ഉള്ളിൽ തന്നെ. എല്ലാരും പറയും ഒന്ന് ടൂറൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സമാധാനമാണ്. അങ്ങനെയല്ല. ടൂറ് പോയി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കണം. മനസ്സ് അതിനെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ പേര് വിജയിക്കും. പക്ഷെ ഇതില് ആരാണ് തീരുമാനിക്കേണ്ടത് വിജയിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ കുട്ടികളൊക്കെ പരീക്ഷ എഴുതും അല്ലെ, വലിയവരും എഴുതാറുണ്ട്. പക്ഷെ എല്ലാവരും ഇരുന്ന് പരീക്ഷ എഴുതും. ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ ടൈപ്പാണ് എല്ലാവർക്കും കൊടുക്കുക. പക്ഷെ മാർക്കോ പലർക്കും പല വിധത്തിലാണ് കിട്ടുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എക്സാം നാം എഴുതാം. ഞാനൊരു ചോദ്യ പേപ്പർ തരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതുമെന്ന് അറിയില്ല, പക്ഷെ അതിനെ പഠിപ്പിക്കണ്ടേ? അതാണ് ജീവിതം എന്തെന്നുള്ള ഒരു പരീക്ഷയിലേക്ക് നമ്മൾ എഴുതി ജയിക്കണം. അതിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ വളരെ സന്തോഷകരമായി, നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളെയും മറന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികല്പങ്ങളെയും അതിന്റെ ബുദ്ധിമുട്ടുകളെയും എല്ലാം മാറ്റി ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ഞാൻ സന്തോഷവതിയായിട്ടിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയണം. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതാണല്ലോ വേണ്ടത്. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. മനസ്സിന്റെ പരിമിതികൾ അതെങ്ങനെ ശരിയാക്കും, അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. ഇന്ന് മനസ്സിന്റെ വികൃതികളാണല്ലോ. മനസ്സിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മനസ്സിന്റെ വികൃതികളാണ്. അപ്പൊ മനസ്സിന്റെ വികൃതികളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എൻ്റെ മനസ്സ് എവിടെ? എൻ്റെ മനസ്സ് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ ഒത്തിരി ചോദിക്കാം. പക്ഷെ അതൊക്കെ ശരിയാക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ തയ്യാറാകണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം.